ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കുട്ടിക്കാനം ടൗണിൽ പ്രവർത്തിക്കുന്ന പൊതു ശുചിമുറിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തം. കൃത്യമായി വെള്ളമെത്താത്തതും ശുചിമുറിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം. ഹൈറേഞ്ചിന്റെ മലമടക്കുകൾ കയറിയെത്തുന്ന വിനോദസഞ്ചാരികൾ, അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ളവർ വിശ്രമിക്കുവാൻ തെരഞ്ഞെടുക്കുന്നത് കുട്ടിക്കാനം ടൗണിനെയാണ്. സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് നിരവധി വ്യാപാര സ്ഥാപനങ്ങളടക്കം കുട്ടിക്കാനത്തുണ്ട്. ബസ് ഇറങ്ങി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുന്ന ആളുകളും കുട്ടിക്കാനം ടൗണിലുണ്ട്. ഇവിടെ നിലവിലുള്ള ഒരു പ്രധാന പ്രതിസന്ധി പൊതു ശുചിമുറിയുണ്ടെങ്കിലും ഇതിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നുള്ളതാണ്. ഇതിന് കാരണം ഇവിടെ കൃത്യമായ രീതിയിൽ വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ശുചിമുറി പണിതതിനു ശേഷം ഇവിടെ വെള്ളം എത്തിക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും കുടിവെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുവാൻ ബന്ധപ്പെട്ടവർക്ക് ആയില്ല. തുടർന്ന് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളവും പുറത്തുനിന്നും വെള്ളം വാഹനത്തിൽ എത്തിച്ചുമാണ് ശുചിമുറി പ്രവർത്തിപ്പിച്ചു പോരുന്നത്. എന്നാൽ കൃത്യമായ രീതിയിൽ ഈ പ്രവർത്തികളൊന്നും നടക്കാത്തതിനാൽ ശുചിമുറിയുടെ പ്രവർത്തനം അവതാളത്തിലായിരിക്കുകയാണ്. കുട്ടിക്കാനത്തെ മെയിനായിട്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വെള്ളമില്ല. ഈ സ്വാമി സീസണിൽ ഏറ്റവും കൂടുതൽ സ്വാമിമാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. അവർക്ക് ഒരു ഇതുമില്ല ഇവിടെ. ഈ ഇത്രയും താഴെ ഇറങ്ങിപ്പോയിട്ട് വേണം ഈ സ്വാമിമാർക്ക് ബാത്റൂമിൽ പോകാനും കാര്യങ്ങളുമില്ല. പക്ഷേ ഇവിടെ വെള്ളമില്ല. അതിന് വേണ്ട ഒരു കാര്യങ്ങളും ഈ പഞ്ചായത്തിൻ്റെ കാര്യത്തിനുള്ള ആരും ഒന്നും ചെയ്യുന്നില്ല. ഇതിപ്പം ഒരു സ്വാമിക്ക് ഇവിടെ ബാത്റൂമിൽ പോകുന്നതിന് 20 രൂപ 30 രൂപ വെച്ചാണ് ഈടാക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വെള്ളം ഇറക്കണമെങ്കിൽ 1000 ലിറ്ററിന് 500 രൂപ 1000 രൂപ വെച്ചാണ് മേടിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റത്തുമില്ല നമുക്ക്. അപ്പോൾ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതോടെ ഈ ശുചിമുറിയെ ആശ്രയിക്കുന്ന ആളുകൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മറ്റ് പൊതു ശുചിമുറി ഒന്നും കുട്ടിക്കാനത്തിന്റെ പരിസര പ്രദേശങ്ങളിലില്ല. വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ശുചിമുറികൾ മാത്രമാണുള്ളത്. ആളുകൾ ഇവയെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ. ത്രിതല പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഒരു അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപ്പുലരി. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന CBSE സീനിയർ സെക്കൻഡറി സ്കൂൾ. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം. പ്രസന്നമായ പഠനാന്തരീക്ഷം, ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ, JEE, IIT, നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം, ഹെൽത്ത് കിയോസ്ക്, ഫുട്ബോൾ ടർഫ്, ബാസ്കറ്റ്ബോൾ, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ. 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം.